വീണ്ടും കോൺഗ്രസിന് തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സഖ്യകക്ഷിയായ ശിവസേന. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ആം ആദ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ശിവസേന വിഭാഗത്തിന്റെയും ഈ നീക്കം. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി തങ്ങളെ പിന്തുണച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഡൽഹി തിരഞ്ഞെടുപ്പിൽ അവർക്കൊപ്പം കൈകോർക്കാനാണ് തീരുമാനമെന്നുമാണ് ശിവസേന MP അനിൽ ദേശായി ന്യായീകരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോരാടാനാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതെങ്കിലും എല്ലാ തിരഞ്ഞെടുപ്പിലും സഖ്യം തുടരണമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞു. ആം ആദ്മിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസ് ഈ രാജ്യത്തെ വലിയ പാർട്ടിയാണെന്ന് ഞങ്ങൾ പലപ്പോഴും വ്യക്തമാക്കിയ കാര്യമാണ്. എന്നാൽ ഡൽഹിയിൽ ആം ആദ്മിയാണ് വലിയ പാർട്ടി. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി ഇവിടെ വിജയിക്കും. അരവിന്ദ് കെജ്രിവാളിനെ പോലൊരു നേതാവിനെ വഞ്ചകൻ എന്ന് കോൺഗ്രസ് വിളിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ ദുഃഖമുണ്ട്. അത്തരത്തിലൊരു പ്രചരണം നടത്തുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആം ആദ്മിയും ശിവസേനയും മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു. ആം ആദ്മി ഞങ്ങളുടെ സഖ്യകക്ഷിയാണ്. പ്രചരണത്തിൽ ഇരു കക്ഷികളും സന്തുലനം പാലിക്കണം. ഞങ്ങളെപ്പോലെ പല പാർട്ടികളും ഡൽഹിയിലെ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലാണ്. ഞങ്ങൾക്ക് രണ്ട് പാർട്ടികളുമായും ഒരുപോലെ ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കോൺഗ്രസിനെ തഴഞ്ഞുകൊണ്ടുള്ള ശിവസേനയുടെ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ മത്സരിച്ചിട്ടും ശിവസേനയ്ക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇരു പാർട്ടികളും BMC തിരഞ്ഞെടുപ്പിൽ തനിച്ചു പോരാടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും ചെയ്യുന്ന മാതൃകയിൽ മുംബൈയിൽ തനിച്ചു പോരാടാനാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് നേതാക്കൾ പറഞ്ഞത്. അതേസമയം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിനാണ് വേദിയൊരുങ്ങിയിരിക്കുന്നത്. എന്ത് വില കൊടുത്തും രാജ്യതലസ്ഥാനം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് കിണഞ്ഞു ശ്രമിക്കുമ്പോൾ ഇക്കുറിയും ഭരണം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി. അതേസമയം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നതയെക്കുറിച്ച് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കുന്നില്ലെങ്കിൽ ഇന്ത്യ സഖ്യം പിരിച്ചുവിടുന്നതാണ് നല്ലതെന്നാണ് ഒമർ അബ്ദുള്ള ദേഷ്യത്തോടെ പറഞ്ഞത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി AAPയും കോൺഗ്രസും ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഇത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഒമർ അബ്ദുള്ളയുടെ ഈ പ്രതികരണവും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയിൽ ഒമർ അബ്ദുള്ള ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ NDAയെ വിറപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും സഖ്യത്തിൽ വിള്ളലുകൾ പ്രകടമാണ്. ഇതാണ് ഒമർ അബ്ദുള്ള സൂചിപ്പിച്ചത്.